വമ്പൻ വാഗ്ദാനം നൽകി ഭാര്യയും ഭർത്താവും കൂടി തട്ടിയെടുത്തത് 44 ലക്ഷം. ഭാര്യ ഇൻസ്റ്റഗ്രാമിൽ 3 ലക്ഷത്തിലേറെ ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസർ. മലയാളം സൈബറിടത്തിൽ അറിയപ്പെടുന്ന വ്ലോഗറായ അന്ന ഗ്രേസിനും ഭർത്താവിനുമെതിരെ വിസ തട്ടിപ്പ് കേസ്. സംഭവത്തിൽ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. യുകെയിലേക്ക് കെയർടേക്കർ വിസ ശരിയാക്കി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് തിരുവനന്തപുരം സ്വദേശിനിയിൽ നിന്നും 44 ലക്ഷം രൂപ തട്ടിയ കേസിലാണ് വയനാട് മൂട്ടിൽ എടപ്പട്ടി കിഴക്കേപ്പുഴയിൽ ജോൺസൺ സേവ്യറെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സേവ്യറിന്റെ ഭാര്യയും കേസിലെ 1-ാം പ്രതിയുമായ അന്ന ഗ്രേസ് ഓസ്റ്റിനെ പിടികൂടാനായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് വ്യക്തമാക്കി. 2023 ഓഗസ്റ്റ് മുതൽ 2024 മെയ് വരെയുള്ള കാലയളവിലാണ് 44,71,675 ലക്ഷം രൂപ സേവ്യറും ഭാര്യയും കൂടി തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശിനിയിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമായി തട്ടിയെടുത്തത്. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് എന്നിങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പേജുകൾ വഴിയുള്ള പരസ്യം കണ്ടാണ് ഇവരുമായി യുവതി ബന്ധപ്പെടുന്നത്. ഓട്ടിസം ബാധിച്ച കുട്ടിക്ക് യുകെയിൽ മികച്ച ചികിത്സാ സൗകര്യം ഒരുക്കി നൽകുമെന്നും കുടുംബത്തോടൊപ്പം അവിടെ താമസിക്കാമെന്നും വാഗ്ദാനം നൽകിയായിരുന്നു തട്ടിപ്പ് നടന്നത്. കുക്കിംഗ് വ്ലോഗർ എന്ന നിലയിലാണ് അന്ന ഗ്രേസ് മലയാളികൾക്കിടയിൽ പരിചിതം. ഇവരുടെ കുക്കിംഗ് വീഡിയോകൾ വളരെ ശ്രദ്ധ നേടിയവയാണ്. അതുകൊണ്ട് തന്നെ സൈബർ ഇടത്തിൽ വളരെ പോപ്പുലറാണ് ഇവർ. അന്നൂസ് ഫുട്പാത്ത് എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ 2 ലക്ഷത്തോളം ഫോളോവേഴ്സ് ആണ് ഇവർക്കുള്ളത്. ഇതുകൂടാതെ അന്ന ജോൺസൺ, സ്റ്റഡി വിത്ത് അന്ന എന്നിങ്ങനെയും ഇൻസ്റ്റാ പേജുകൾ ഇവരുടേതായുണ്ട്. 3 ലക്ഷത്തിലേറെ ഫോളോവേഴ്സ് ആണ് ഇവർക്കുള്ളത്. വ്ലോഗിൽ വൈവിധ്യം എന്ന നിലയിൽ കുക്കിംഗ് വീഡിയോകൾക്കൊപ്പം സ്റ്റഡി അഡ്വൈസർ എന്ന രീതിയിലും അന്ന വീഡിയോകൾ ചെയ്തിരുന്നു. ഇതിൽ പലരും പല കമ്പനികളുടെയും സ്ഥാപനങ്ങളുടെയും പ്രൊമോഷൻ വീഡിയോകളുമാണ്. ഇതിനൊപ്പമാണ് സ്റ്റഡി വിത്ത് എന്ന പേരിൽ വിദേശ പഠനത്തിന് സഹായം ചെയ്തു കൊടുക്കും എന്ന വിധത്തിലും വീഡിയോകൾ എത്തിയത്. ഇതിൽ യുകെയിലേക്ക് ഫാമിലി വിസ ശരിയാക്കാമെന്ന ഇവരുടെ പരസ്യത്തിൽ വിശ്വസിച്ച് പണം കൊടുത്തവരാണ് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത്. ദമ്പതികൾക്കെതിരെ സമാനമായ വിധത്തിൽ വിസ വാഗ്ദാനം ചെയ്തു എന്ന കേസിൽ 4 FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം.